ആരും എന്നെ കണ്ട് പേടിക്കണ്ട കേട്ടോ. പറക്കുന്തളികയുള്ള ബസന്തിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുതേ. കോലം നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ നല്ല ടയേർഡാണ്. നല്ല ടയേർഡ് എന്ന് വെച്ചാൽ നല്ല ടയേർഡാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നിനക്ക് ടയേർഡൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഈ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അതെന്താന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്കറിയുള്ളൂ. അതോടെ ഞാൻ പറഞ്ഞു തരാം. എത്ര പേര് ന്യൂസ് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പേരാമ്പ്ര വെള്ളിയൂർ വെച്ചിട്ട് ബസ്സും ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് എന്ന് കേൾക്കുമ്പം ആരും സന്തോഷിക്കേണ്ട, അരുണല്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മിത്രങ്ങളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളാണല്ലോ. അപ്പോൾ അവരോടാ പറഞ്ഞത്, നിങ്ങൾ സന്തോഷിക്കാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ബസ്സിലെ ഡ്രൈവർ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ആക്സിഡൻ്റ് ആയി എന്ന് കേട്ടപ്പം പെട്ടെന്ന് ആദ്യം എല്ലാവർക്കും അറിയാമല്ലോ, സ്വാഭാവികമാണ്, നമ്മൾ ടെൻഷനാവും. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അവനെ കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇന്നലെ 3 മണിയൊക്കെ ആയിരിക്കും മെഡിക്കൽ കോളേജിലെത്തുന്ന സമയത്ത്. ഇന്ന് രാവിലെ 6 മണിക്കാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. അപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങുക മാത്രമല്ല, ഉറങ്ങാത്ത നമുക്കൊരു വിഷയമല്ല കേട്ടോ, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഓരോരോ ടെസ്റ്റ് ചെയ്യാനും മെഡിക്കൽ കോളേജാണല്ലോ. അപ്പോൾ ഓരോരോ ടെസ്റ്റ് ചെയ്യാൻ പോവാനും അവിടെ ക്യൂ നിൽക്കാനും ബില്ല് ചെയ്യാനൊരു സ്ഥലം, ടെസ്റ്റിനൊരു സ്ഥലം, അങ്ങനെ ഒരുപാട് ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണമാണ്. വീട്ടിൽ 6 മണിയായിക്ക് വന്നപ്പം വന്നതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചൊന്ന് കുളിച്ച് ഉറങ്ങി, എഴുന്നേറ്റ് പിന്നെയും ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് രണ്ടാമത്തെ എഴുന്നേൽക്കലാട്ടോ. കാരണം അത്രയും ടയേർഡായി പോയിട്ടുണ്ട്. ടയേർഡിനെക്കാട്ടിലും അപ്പുറം ടെൻഷനായി പോയിട്ടുണ്ടോ. എന്തോ ഇതുവരെ ആർക്കും ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. എന്താ പറയുക, അനർത്ഥങ്ങളല്ലേ, അങ്ങനത്തെ ഒരു മരണം കാര്യങ്ങളൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. പരിക്കൊരുപാട് ആൾക്കാർക്ക് പറ്റിക്ക് 22 ആൾക്കാർക്കും കണ്ടും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓട്ടത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ, എഴുന്നേറ്റത് 12:30 1 മണി അങ്ങാണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് അറിയുന്നത് മദേഴ്സ് ഡേ ആണ് ഇന്ന്. അപ്പം മദേഴ്സ് ഡേക്ക് വിഷ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. വീഡിയോ അല്ല, വീഡിയോക്ക് ഓൺ വോയിസ് കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നിൻ്റെ ഈ കമൻറ്റുകളങ്ങനെ നോക്കാറില്ല. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ വിഷ് ചെയ്തത് ഒന്ന് എൻ്റെ ഉമ്മാനെയാണ്, 2 അമ്മനെയാണ്. അമ്മ എന്ന് പറയുന്നത് അരുണിൻ്റെ അമ്മ കേട്ടോ. അവനിന്ന് വരെ ഉമ്മ എന്ന് വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല, അമ്മ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഞങ്ങളിതിൽ എല്ലാവരും അമ്മയെന്നാണ് വിളിക്കാറ്. അപ്പോൾ എൻ്റെ ഉമ്മാനെ കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം ഞാൻ കൊടുക്കുന്നത് അരുണിൻ്റെ അമ്മക്ക് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ അമ്മ എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല, അതിലൊരുപാട് ഉത്തരവാദിത്തങ്ങൾ, കടമകളൊക്കെ ഉള്ള ഒരു വാക്കാണ് ഈ അമ്മ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യാക്ഷരം കുറിക്കുന്നത് അറിയോ, ആ അമ്മ എന്നാണ്. പക്ഷെ ആ ഒരു വാക്കിനെ എങ്ങനെയാണ് പൂർണ്ണത വരുത്തുക എന്നുള്ളത് അത് അമ്മമാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് നിന്നിട്ട് എന്നെ നോക്കുന്നത് അരുണിൻ്റെ അമ്മയാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ അമ്മയെ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഞാൻ വിഷ് ചെയ്തിട്ട് അവരുടെ മുൻപ് ഞാൻ അവരുടെ കൂടെ എടുത്ത റീല് എടുത്തിട്ട് വോയിസ് കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ അതിൻ്റെ
താഴെ കമൻറ്റ് ഞാൻ പറഞ്ഞില്ല, നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു നോട്ടിഫിക്കേഷൻ കണ്ടതാ. അപ്പോൾ അത് കണ്ടപ്പം അതിലൊരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലും ഞാൻ വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്താ ചോദ്യം എന്ന് വെച്ചാൽ, ഉമ്മാക്കും അമ്മക്കും മാത്രമേ നിൻ്റെ വിഷുള്ളൂ, സലീമിൻ്റെ ഉമ്മാക്കില്ലേന്ന്. പൊന്നാര ഗൈസ്, അങ്ങ് എന്താ പറയുക, മണ്ണിൻ്റെ ചോട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഇന്ന് മദേഴ്സ് ഡേ ആണ്, ഞാൻ വിഷ് ചെയ്യാണ് അമ്മയമ്മേ എന്ന് പറഞ്ഞിട്ട് വല്ല വല്ല കാര്യമുണ്ടോ? എൻ്റെ അമ്മയമ്മ മരണപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആൾ മരണപ്പെട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 17ാമത്തെ വർഷമാണ്. അപ്പം ഞാൻ ഇപ്പം വിഷ് ചെയ്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് പോസ്റ്റ് ഇട്ട് ആൾ കാണുമോ? എൻ്റെ അറിവ് കാണൂല. കാരണം അവിടെ മൊബൈൽ അലോഡ് അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം എങ്ങനെയാ മുപ്പത്തി ഇതൊക്കെ കാണുക? അല്ല, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉമ്മക്കും അമ്മക്കും മാത്രം വിഷ് ചെയ്താൽ പോരെ, അല്ല പോരല്ലോ അമ്മയമ്മക്കും വേണ്ടേന്ന്. മുപ്പത്തിക്കാണെ ടച്ച് ഫോൺ ഇല്ലതാനും, പണ്ടേ ടച്ച് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. ഇപ്പം മൈജീന്നെങ്ങാനും ഇനി ഓഫറുള്ള സമയത്ത് മേടിച്ചിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, ചോദിച്ചു നോക്കണം. അപ്പം എൻ്റെ പൊന്നാര മക്കളെ, സലീമിൻ്റെ ഉമ്മയും വാപ്പയും മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. വർഷങ്ങളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷമായി. എൻ്റെ വിവാഹം കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അവർ പറഞ്ഞതുപോലെ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്, വാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്. കാരണം എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ അമ്മായിയമ്മ നല്ല ഏജുള്ള ആളായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ പ്രായമുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മായിയമ്മ. എനിക്കത് ആ കാലഘട്ടങ്ങളിൽ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് സത്യത്തെ ഉൾക്കൊള്ളുക തന്നെ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാമ്മ തുണിയും കുപ്പായവും തട്ടമൊക്കെ ഇട്ടിട്ട് ആ ഉമ്മാമ്മ സ്റ്റൈലിൽ നിൽക്കുന്നതായിരുന്നു വാപ്പാൻ്റെ ഉമ്മ. ഉമ്മാൻ്റെ ഉമ്മ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ ഉമ്മ ആ ഒരു രീതിയിൽ നിന്ന് ഓർമ്മ പോലും എനിക്കില്ല. അപ്പം എൻ്റെ അമ്മായിയമ്മ എങ്ങനെയാണ്, എന്താ പറയുക, ഒരു വല്യമ്മയാണ് എൻ്റെ അമ്മായിയമ്മ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ അത് പറഞ്ഞു തരണ്ടേ, എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാവുക എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത്രയും ഏജ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് 8ാമത്തെ മകനാണ്. അപ്പം അത്രയും ഏജുള്ള ഒരാളായിരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞില്ല, പോകെ ഞാൻ ഉൾക്കൊണ്ടു. ഈ ഏജുള്ള ആളെ ഉൾക്കൊള്ളാൻ ഇപ്പം അത്ര വലിയ വിഷയം ഉണ്ടോ എന്നുള്ള അടുത്ത കമൻറ്റ് വേണ്ട. കാരണം എന്നെയൊക്കെ ഞാൻ പറഞ്ഞില്ല, എന്നെയൊക്കെ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലെ വല്യമ്മയുടെ ആ ഒരു കൂട്ടുകാരി എന്നൊക്കെ പറയാമല്ലോ, അത്രയും ഏജുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ എൻ്റെ അമ്മയമ്മക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടൊരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ആൾ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അല്ലാതെ വേറെ എങ്ങനെയും മരണപ്പെട്ടല്ല. നല്ല ഏജ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉമ്മയും വാപ്പയും തമ്മിൽ ഒരു 6 മാസത്തെ വ്യത്യാസം കൊണ്ട് അവർ മരണപ്പെട്ടു. ഉമ്മ മരിച്ച ഒരു 6 മാസം കഴിഞ്ഞ് വാപ്പയും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാദേഴ്സ് ഡേ ആണെങ്കിലും മദേഴ്സ് ഡേ ആണെങ്കിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഓരോരുത്തർക്ക് വിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പൊതുവേ വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഉമ്മക്ക് മാത്രമേ ഉള്ളൂ, അമ്മായിമ്മക്ക് വിഷില്ലേ? അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മായിയമ്മൻ്റെ കയ്യിൽ ടച്ച് ഫോണില്ല, എൻ്റെ സ്റ്റാറ്റസ് മുപ്പത്തി കാണുന്നില്ല, എൻ്റെ FB പോസ്റ്റ് കാണുന്നില്ല, യൂട്യൂബ് പോസ്റ്റ് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ മുപ്പത്തിനെ വിഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ സന്തോഷത്തിന് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ ഹാപ്പി മദേഴ്സ് ഡേ അമ്മയമ്മ കേൾക്കുമായിരിക്കും. അല്ലേ ഉണ്ടോ? കേൾക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ പള്ളിപ്പറമ്പിലും കൂടി പോയി പറഞ്ഞേക്കാം, അമ്മയമ്മേ
ഹാപ്പി മദേഴ്സ് ഡേ എന്ന്. അതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ്. ഇനി മുപ്പത്തിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വിഷമം വേണ്ട. നിങ്ങളെ വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ വിഷമിപ്പിക്കുമ്പോൾ തന്നെ അല്ലേ പൊന്നാര ഗൈസ്. അപ്പോൾ മനസ്സിലായി ഇല്ലല്ലോ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിൻ്റെതായ പോരട്ടെ കമൻറ്റ്. അതിനുള്ള മറുപടിയായിട്ട് അടുത്ത വീഡിയോയിൽ പിന്നെ വരാം. ഇപ്പം ഞാൻ പോയിട്ട് കുറച്ച് കിടന്നുറങ്ങട്ടെ, അത്രയ്ക്ക് ടയേർഡാണ്. പിന്നെ ഒരു കാര്യം, എൻ്റെ കമ്പനിക്കാരന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഡ്രൈവറാണെങ്കിലും കണ്ടക്ടറാണെങ്കിലും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്സിഡൻ്റ് ആയാൽ നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ക്രിട്ടിക്കലൊന്നുമല്ല. പക്ഷേ ടാങ്കർ ലോറിയിലെ ഡ്രൈവർക്ക് ക്രിട്ടിക്കലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ഒന്നും വരാതിരിക്കാൻ. എന്താ, നമ്മളൊക്കെ വാഹനത്തിൽ പോകുന്നതാണ്, നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനമാണ്. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ആരുടെ ഭാഗത്താ തെറ്റ്, ആരുടെ ഭാഗത്താ ശരി എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. വാഹനമാണ് അത്. ഏത് നിമിഷം എപ്പോഴും എങ്ങനെയും ആർക്കും എന്തും പറ്റാവുന്നൊരു സംഭവമാണ്. നമ്മൾ ഭയങ്കര ഇതിൽ പറയും, ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ മുമ്പിലേക്കൊരു പൂച്ച വട്ടം ചാടിയാൽ മതി, ഏത് എക്സ്പേർട്ടോ അവിടെ അങ്ങ് അതോടുകൂടെ അവൻ്റെ അഹങ്കാരം അങ്ങ് തീരും. അതറിയാലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ഈ ഒരു വീഡിയോക്ക് ക്ലാരിഫിക്കേഷൻ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.